ഉള്ളിൽ ദുർവാസനയാണെങ്കിൽ ഭഗവാൻ എത്ര അനുഗ്രഹിച്ചാലും അത് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് തോന്നൂല്ല. ഈ ഒരു 2 വാസനകളെയാണ് പ്രഹ്ലാദനിലും ഹിരണ്യകശിപുവിൽ കൂടിയും ഭാഗവത് നമുക്ക് കാണിച്ചു തരുന്നത് അല്ലേ. വൈകുണ്ഠത്തിൽ പോയിട്ടും ഭഗവാനെ കാണാതെ തിരിച്ചു വന്നതായ ഹിരണ്യകശിപുവും തൂണിലും തുരുമ്പിലും ഭഗവാന്റെ അനുഗ്രഹത്തെ അനുഭവിച്ചതായ പ്രഹ്ലാദൻ എന്ന പരമഭാഗവതനും. അപ്പോൾ സർവവിധത്തിലും ഈശ്വരാധീനം, ദൈവാധീനം എന്നുള്ളതായ കാരുണ്യം അത് നമ്മളിൽ എല്ലാവരിലുമുണ്ട്. ദൈവാധീനമേ ഇല്ല എന്നുള്ളത് മാറ്റി ദൈവാധീനമേ ഉള്ളൂ എന്ന് പറയാറാവുക, ആ ദൈവാധീനമുണ്ടെങ്കിലേ നമ്മളുള്ളൂ എന്ന് തിരിച്ചറിയാറാവുക. അതിനാണ് ഈ 7ാം സ്കന്ധം പരീക്ഷത്തിൻ്റെ സംശയത്തോടെയാണ് ആരംഭിക്കുന്നത്. സമപ്രിയ സുഹൃത് ബ്രഹ്മൻ ഭൂതാനാം ഭഗവാൻ സ്വയം ഇന്ദ്രസ്യാർത്ഥേ കഥം ദൈത്യാനവധിൽ വിഷമോ യഥാ. ഗുരുനാഥ, എല്ലാവരെയും സമന്മാരായിട്ട്, എല്ലാവരെയും പ്രിയന്മാരായിട്ടൊക്കെ കാണണം എന്നാണല്ലോ പറയുന്നത് അല്ലേ. എല്ലാവരും ഒരുപോലെ കാണണം, എല്ലാവരും ഒരുപോലെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഭഗവാൻ എന്താ എല്ലാവരും ഒരുപോലെ കാണാത്തത്? ഞാനിപ്പോൾ കുറേ കഥ കേട്ടു. ആ ഇന്ദ്രൻ്റെ ഗുരുത്തക്കേട് അല്ലേ. ഒരു ഗുരുനാഥനെ അപമാനിച്ചു, വേറൊരു ഗുരുനാഥൻ്റെ തല വെട്ടിക്കളഞ്ഞു, വേറൊരു ഗുരുനാഥൻ്റെ നട്ടെല്ലൂരി. എന്നിട്ട് ഭഗവാൻ ദേവന്മാരെ സഹായിച്ചു, ഭഗവാൻ ദേവന്മാരെ സഹായിച്ചു എന്നല്ലാതെ ഭഗവാൻ അസുരന്മാരെ സഹായിച്ചു എന്ന് ഞാൻ അധികം കേട്ടിട്ടില്ല. അതെന്താ ഭഗവാൻ ഈ പക്ഷഭേദം? എല്ലാവരും ഒരുപോലെ കാണണമെന്ന് പറയുന്ന ഭഗവാൻ എന്താ എല്ലാവരും ഒരുപോലെ കാണാത്തത്? പിന്നെ നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ ഒരാളെ സ്നേഹിക്കണമെങ്കിൽ എന്തെങ്കിലും അയാളിൽ നിന്ന് നേട്ടം പ്രതീക്ഷിച്ചിട്ടാണ്. ഇയാളെ സ്നേഹിച്ചാൽ എനിക്ക് കാര്യമുണ്ട്, ഇയാളെ സ്നേഹിച്ചിട്ട് ഇപ്പം എനിക്കെന്താ കാര്യം? ഇവിടെ ഭഗവാൻ ഇപ്പം ദേവന്മാരെ സ്നേഹിച്ചത് കൊണ്ട് ഭഗവാൻ എന്തെങ്കിലും നേട്ടമുണ്ടോ? അസുരന്മാരെ സ്നേഹിക്കാതിരുന്നത് കൊണ്ട് ഭഗവാൻ എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇല്ല. അപ്പോൾ എന്തിനാ ഭഗവാൻ ഈ ദേവന്മാരെ സ്നേഹിക്കുന്നത്? എന്താ അസുരന്മാരെ അധികം സ്നേഹിക്കാത്തത്? ഇതാണ് എൻ്റെ സംശയം. ചോദിച്ചപ്പോൾ ശുഗബ്രഹ്മർഷി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പരീക്ഷത്തെ, ഭഗവാൻ എന്താ അങ്ങനെ ചെയ്തത്, ഭഗവാൻ എന്താ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചാൽ ഭഗവാന്റെ ലീലകളെ മുഴുവൻ നമുക്ക് ഒരു വാക്കിൽ ഒതുക്കാനേ പറ്റൂ. എന്താ അത്? ഹരേശ്ചരിതം അദ്ഭുതം. ഭഗവാൻ എന്താ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ ഭഗവാനെ അറിയുള്ളൂ അല്ലേ. ഭഗവാൻ ചെയ്തതിൻ്റെ രഹസ്യമറിയാൻ നമ്മളാരും ഭഗവാന്മാരല്ലല്ലോ. ഇപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പൂതനാമോക്ഷം കേൾക്കാം. പൂതന എന്നുള്ള രാക്ഷസി സുന്ദരിയായിട്ട് വേഷം കെട്ടി വന്നതും തൊട്ടിലുള്ള കിടക്കണ കൃഷ്ണൻ എന്ത് ചെയ്തു? നിമീലിതക്ഷണ കണ്ണടച്ചു. കൃഷ്ണൻ കണ്ണടച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ആചാര്യന്മാർ തട്ടിവിടാൻ തുടങ്ങി. ഇന്നത് കൊണ്ടാ കണ്ണടച്ചത്, ഇന്നത് കൊണ്ടാ അങ്ങനെ ആയതുകൊണ്ടാ കണ്ണടച്ചത്, ഇങ്ങനെ ആയതുകൊണ്ടാ കണ്ണടച്ചത്. പക്ഷേ ഇപ്പോഴും എന്തിനാ കണ്ണടച്ചത് എന്നറിയണ ഒറ്റൊരാളേ ഉള്ളൂ. ആര്? ആ കണ്ണടച്ച കൃഷ്ണൻ മാത്രം. ഇതുപോലെ ഭഗവാൻ എന്താ അങ്ങനെ ചെയ്തത്, ഭഗവാൻ എന്താ ഇങ്ങനെ ചെയ്തത് ചോദിച്ചാൽ ഹരേ ചരിതം അത്ഭുതം. അത് ഭഗവാനെ അറിയുള്ളൂ. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ നമ്മുടെ അല്പമായ ബുദ്ധി വച്ചിട്ട് ഈശ്വരലീലകളെ അളക്കുമ്പോൾ നമ്മൾ ചെയ്യണതൊരു വിഡ്ഢിത്ത. അതുകൊണ്ടാണ് പണ്ടൊരാൾ പ്രാർത്ഥിച്ചത്, ക്വാഹം മന്ദമതി വേദം ശ്രീമദ് ഭാഗവതം ചാപല്യം ഘോരമേ തന്മേ ക്ഷമ്യതാം ഭഗവത്പരൈ. മന്ദബുദ്ധിയായ ഞാനെവിടെ കിടക്കുന്നു, വേദസാരമാകുന്ന ഭാഗവതം എവിടെ കിടക്കുന്നു? ആ ഭാഗവതത്തെ, ഭഗവാന്റെ കഥകളെ, ഭഗവാന്റെ മഹിമകളെ, ഭഗവാന്റെ ലീലകളെ ഞാൻ പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന ചപലതയ്ക്ക് ഭഗവാൻ എനിക്ക് മാപ്പ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഏതായാലും ഭഗവാന്റെ ലീലകൾ അത്ഭുതം തന്നെ. പരീക്ഷത്തെ, അങ്ങയ്ക്ക് ഈ സംശയം പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ എന്നാണ് ഇപ്പം എൻ്റെ സംശയം. എന്തേ? പണ്ട് അങ്ങയുടെ മുത്തശ്ശൻ ഇതുപോലൊരു ചോദ്യം ചോദിച്ചിരുന്നു. എപ്പോൾ? രാജസൂയം എന്ന യാഗവേദിയിൽ വെച്ച് എന്ന് പറഞ്ഞ് നരസിംഹാവതാര രംഗത്തെ പാടാൻ ഇനി നമ്മുടെ ഈ രംഗവേദിയെ ഒന്ന് മാറ്റുകയാണ് വേദവ്യാസ മഹർഷി അല്ലേ.
ഭാഗവതത്തിലെ ചില കഥകൾക്ക് ഇങ്ങനൊരു പ്രത്യേകത നമുക്ക് കാണാം. ഇനി മറ്റന്നാൾ വേണുഗാനം എന്ന രംഗം, ആ വേണുഗാനം പറയാനാവുമ്പോഴേക്കും ശുഗബ്രഹ്മ ഋഷി പതുക്കെ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണു. ആർക്ക്? ഗോപികമാർ പറയട്ടെ. കാരണം ഭഗവാന്റെ വേണുഗാനം അത് ഗോപികമാർ പറഞ്ഞാലേ ഭംഗിയാവുള്ളൂ.